US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾക്കെതിരെ പ്രതികരിക്കാതെ ഇന്ത്യ. ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് സംരംഭത്തിൽ പങ്കുചേരുന്ന കാര്യത്തിൽ ഇന്ത്യ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസ പദ്ധതിയിൽ തീരുമാനം പറയാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. തിരുവ വിഷയത്തിൽ പോലും ഇന്ത്യയും യുഎസും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരുകൾ നടക്കുന്നതിനിടയിലാണിപ്പോൾ ഇന്ത്യ വീണ്ടും ട്രംപിനെതിരെ മുഖം തിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത്. നിർദ്ദേശം നൽകാൻ അതായത് ഇത്തരത്തിൽ നിർദ്ദേശം സർക്കാർ പരിശോധിച്ചു വരികയാണ് എന്നതാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സംഘർഷമുള്ളതോ അല്ലെങ്കിൽ സംഘർഷ ഭീഷണി നേരിടുന്നതോ ആയ പ്രദേശങ്ങളിൽ സ്ഥിരത കൈവരിക്കുന്നതിനും നിയമാനുസൃതമായ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനും ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനും ശ്രമിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടന എന്നതാണിപ്പോൾ 60ഓളം രാജ്യങ്ങൾക്ക് US അയച്ച കരട് പ്രമാണ രേഖയിൽ ബോർഡ് ഓഫ് പീസിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രമാണ രേഖയ്ക്കൊപ്പം തന്നെ ഇതിൽ ചേരാനുള്ള ക്ഷണപത്രം അടക്കമാണ് ഇവർ ഈ കത്തിലൊപ്പം തന്നെ അയച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ആകട്ടെ ഇതുവരെയും മറ്റൊരു തീരുമാനമോ അല്ലെങ്കിൽ പ്രതികരണമോ അറിയിച്ചിട്ടില്ല. സംരംഭത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കപ്പെട്ടതായി തന്നെ അധികൃതർ സമ്മതിക്കുകയും ചെയ്തു. ഒട്ടേറെ വിഷയത്തിൽ ഇവിടെ ഉൾക്കൊള്ളുന്നതിനാൽ തന്നെ ഇത് പരിശോധിച്ചു വരികയാണ് എന്നതാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരത്തെയും മേഖലയിലെ സമാധാനം ലക്ഷ്യമിട്ടുള്ള എല്ലാ സംരംഭങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അവർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ വാരാന്ത്യത്തിൽ ട്രംപ് 60 രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഇത് സംബന്ധിച്ചുകൊണ്ട് കത്തുകൾ അയച്ചിരുന്നു. ഗാസയിൽ സ്ഥിരം സമാധാനം കൊണ്ടുവരുന്നതിനും ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും പുതിയതായും ധീരവുമായ സമീപനം സ്വീകരിക്കുന്നതും എന്നതാണ് വാഗ്ദാനം നൽകുന്നത്. അതേസമയം US പ്രസിഡന്റിനെ ലോക നേതാവായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിലേക്കും ഇത് നയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പദ്ധതിയെക്കുറിച്ച് ഇന്ത്യക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട് എന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ കാശ്മീർ വിഷയത്തിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. 2025 മെയ്യിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന 4 ദിവസത്തെ സംഘർഷം അത് അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ ഏർപ്പെടുത്തുന്നു എന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ ഇന്ത്യയെ ഏറെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള ക്ഷണത്തിന് അനുകൂലമായി തന്നെ പ്രതികരിക്കാൻ ഇവിടെ ഫ്രാൻസ് തയ്യാറല്ല എന്നതാണ് മറ്റൊരു റിപ്പോർട്ട്. ഇത് ഗാസയുടെ മാത്രം ചട്ടക്കൂടിന് ചേർന്നതല്ല, അതിനപ്പുറത്തേക്ക് പോകുന്നുവെന്നും ഇത് ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളെയും ഘടനകളെയും സംബന്ധിച്ചുകൊണ്ട് പ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നു എന്നതാണിപ്പോൾ ഫ്രാൻസിന്റെ ഔദ്യോഗിക പ്രതികരണമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ, റഷ്യ, അതേപോലെ തന്നെ തായ്ലാന്റ് എന്നിവ ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള ക്ഷണം ലഭിച്ചതായി തന്നെ സമ്മതിച്ചവരിൽ ഉൾപ്പെടുന്നവരാണ്. കാനഡയാകട്ടെ തത്വത്തിൽ ട്രംപിന്റെ നിർദ്ദേശത്തിന് അനുകൂലമായി തന്നെ അവിടെ മറുപടി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.